പെന്തിക്കോസ്ത് സഭകളുടെ ആരംഭം മർക്കോസിന്റെ മാളികമുറിയിൽ നിന്നാണെങ്കിലും പിന്നീട് അവിടവിടങ്ങളായി സുവിശേഷ ഘോഷണങ്ങളും ഉണർവുകളും പല നൂറ്റാണ്ടുകളിലായി പലയിടത്തും നടന്നു വന്നിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് അമേരിക്കയിലെ ചാൾസ് പെർഹാമിന്റെ ബൈബിൾ സ്കൂളിൽ വെച്ച് ആഗ്നസ് ഓസ്മാൻ അന്യഭാഷ അടയാളത്തോടുകൂടി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വരുന്നത്. അതിനുശേഷം അസൂസ സ്ട്രീറ്റിൽ നടന്ന ഉണർവ് മീറ്റിങ്ങുകൾ, അതിലൂടെ രോഗശാന്തി, ആയിരങ്ങൾക്ക് ആത്മീയ ഉണർവ് പകർന്നു കൊടുത്ത പരിശുദ്ധാത്മശക്തി, ആ പ്രേരണയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ കടന്നുപോയ നൂറുകണക്കിന് ആളുകൾ അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുകയും ആയിരങ്ങളെ നിത്യ നരക തീയിൽ നിന്ന് വലിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. 1904 വെയിൽസിൽ ഉണ്ടായ ഉണർവാണ് ബ്രിട്ടനിൽ പെന്തിക്കോസ്ത് വേലയ്ക്ക് ആരംഭമിട്ടത്. പരിശുദ്ധാത്മാവിന്റെ വലിയ ഫെയ്ത്ത് ഉണ്ടായെങ്കിലും ആത്മനിർവ് പ്രാപിച്ചവർ തങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാവിഭാഗങ്ങളിൽ തന്നെ തുടർന്നും നിന്നെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മ നിറവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് അവർ ശ്രമിച്ചതുമില്ല. നോർവേക്കാരനായ പാസ്റ്റർ തോമസ് ബോൾ ബാരറ്റ് എന്ന അദ്ദേഹത്തെയാണ് ബ്രിട്ടനിലെ സുവിശേഷ വേലയുടെ വ്യാപ്തിക്കായി, അതിൻ്റെ ആരംഭത്തിനായി ദൈവം തിരഞ്ഞെടുത്തത്. ഒരു വിഭാഗത്തെ എഴുന്നേൽപ്പിക്കേണ്ടതിന് തോമസ് ബോൾ ബാരറ്റിനെ പോലുള്ളവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അലക്സാണ്ടർ ബോഡി എന്ന ഒരു ദൈവദാസൻ ബ്രിട്ടനിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു. തോമസ് ബോൾ ബാരറ്റ് നടത്തുന്ന ഉണർവ് യോഗങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ ആംഗ്ലിക്കൻ പട്ടക്കാരനായ അലക്സാണ്ടർ ബോഡി 1907 മാർച്ചിൽ നോർവേയിൽ എത്തിച്ചേർന്നു. 3 ദിവസം ബാരറ്റിനോടുകൂടെ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. തുടർന്ന് ബാരറ്റിനെ ഇംഗ്ലണ്ടിലേക്ക് യോഗങ്ങൾക്കായി ബോഡി ക്ഷണിച്ചു. 1907 ഓഗസ്റ്റ് 31 മുതൽ ഒക്ടോബർ 13 വരെ ബാരറ്റ് ബ്രിട്ടന്റെ പല പട്ടണങ്ങളിലും യോഗങ്ങൾ നടത്തി. അനേകർ അന്യഭാഷയോടെ ആത്മാഭിഷേകം പ്രാപിച്ചു. ആദ്യകാലങ്ങളിൽ ഈ ഉണർവ് യോഗങ്ങൾക്ക് വലിയ പൊതുജന ശ്രദ്ധ ലഭിച്ചെങ്കിലും മീറ്റിങ്ങിനെക്കുറിച്ച് ലണ്ടൻ ഡെയിലി ക്രോണിക്കിൾ എന്ന പ്രസിദ്ധമായ പത്രം പ്രസിദ്ധീകരിച്ച വാർത്തകൾ വലിയ ജനശ്രദ്ധ ആകർഷിക്കുവാൻ ഇടയാക്കി തീർത്തു. പെന്തക്കോസ്ത് സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ബോഡി കോൺഫിഡൻസ് എന്ന മാസികയും അദ്ദേഹം ആരംഭിച്ചു. 1908 വിൻസ്റ്റൺ ബോണി മൗത്ത് എന്ന സ്ഥലത്ത് ആദ്യമായി ഒരു പെന്തക്കോസ്ത് ആരാധനാലയം പണിതുയർത്തി ആരാധന തുടങ്ങി. ബ്രിട്ടനിലെ പ്രധാന പെന്തക്കോസ്ത് വിഭാഗങ്ങളിലൊന്നായ അപ്പോസ്തോലിക് ഫെയ്ത്ത് ചർച്ചിന്റെ വകയായിരുന്നു ഈ ആരാധനാ കെട്ടിടം. വില്യം ഒലിവർ ഹച്ചിൻസൺ എന്നായിരുന്നു അപ്പോസ്തോലിക് ഫെയ്ത്ത് ചർച്ചിന്റെ സ്ഥാപകന്റെ പേര്. 1913 ജോർജ് ജെഫ്രി ആരംഭിച്ച എലീം പെന്തിക്കോസ്തൽ ചർച്ച്, ഫ്രെഡ് സ്ക്വയർ ആരംഭിച്ച ഫുൾ ഗോസ്പൽ ടെസ്റ്റിമണി, ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് ഓഫ് ഗോഡ്, 1924 പല സ്വതന്ത്ര സഭകൾ ഒരുമിച്ച് ചേർന്ന് ആരംഭിച്ച അസംബ്ലീസ് ഓഫ് ഗോഡ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ്, പെന്തക്കോസ്തൽ ഹോളിനെസ് ചർച്ച് തുടങ്ങിയവ ബ്രിട്ടനിലെ പ്രധാന പെന്തിക്കോസ്ത് സഭകളിൽ ചിലതാണ്.